ഇത് ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ഒരു പരിപാടിയിലാണ് ഈ മഹാകുംഭമേളയെ പരിഹസിക്കും വിധമുള്ള ചില കമൻറ്റുകൾ വന്നത് എന്നാണ് ഇപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ഉടമ കൂടിയായ രാജീവ് ചന്ദ്രശേഖർ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്. ഞാനിത് ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ തലപ്പത്തുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ലക്ഷക്കണക്കിന് വിശ്വാസികൾ പങ്കെടുക്കുന്ന ഇത്തരമൊരു ചടങ്ങിനെക്കുറിച്ച് അശ്രദ്ധമായ പരിഹാസ പരാമർശങ്ങൾ ഉണ്ടാകരുതെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ന്യായമായ ആവശ്യമാണ്. ഏതൊരു മതവിഭാഗത്തിനും അവരുടേതായിട്ടുള്ള ഒത്തൊരുമയും കൂടിച്ചേരലുകളും ഒക്കെ ഉണ്ടാവും. അതവിടെ നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കും എന്തെങ്കിലും തെറ്റായ കാര്യങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ. അതല്ലാതെ ഒരു മതചടങ്ങിനെയോ ഏതെങ്കിലും തരത്തിൽ അവഹേളിക്കാനോ ഏതെങ്കിലും തരത്തിൽ അതിനെ നിന്ദിക്കാനോ നമ്മൾ നിൽക്കാൻ പാടില്ല. മത താല്പര്യമുള്ളവരുണ്ടാവും, പോകാൻ താല്പര്യമുള്ളവർ പോകണ്ട, പോകാൻ താല്പര്യമുള്ളവർ പോകുന്നു. അവിടെ ഏതെങ്കിലും തരത്തിൽ അപകടമുണ്ടാകുമ്പോൾ അത് നമ്മൾ റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മാധ്യമധർമ്മം. ഏതൊരു മതത്തിൻ്റെയും പോലെ ഓരോ ഹിന്ദുവിനും അവരുടെ വിശ്വാസം പ്രധാനമാണ്. അത് ബഹുമാനിക്കപ്പെടണമെന്നുള്ള കേരളം ഉൾപ്പെടെ രാജ്യത്തുടനീളമുള്ള കോടിക്കണക്കിന് ഞങ്ങൾ ഹിന്ദുക്കൾ ആഗ്രഹിക്കുന്നുവെന്നാണ് ഏഷ്യാനെറ്റിൻ്റെ ഉടമ കൂടിയായ രാജീവ് ചന്ദ്രശേഖർ പറയുന്നത്. ഒരു തരത്തിലുള്ള മതചടങ്ങിനെയും നമുക്ക് ആ അർത്ഥത്തിൽ പരിഹസിക്കാനുള്ള അവകാശമില്ല. നമുക്ക് വേണമെങ്കിൽ മതവിരുദ്ധനായും ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല എന്ന നിലപാടുമൊക്കെ എടുക്കാം. വ്യക്തിപരമായി നമ്മളെല്ലാവരും ആ നിലപാടുള്ളവരായിരിക്കും. പക്ഷേ വിശ്വാസമുള്ളവരുടെ, ഭക്തി തുടരുന്ന ആളുകളുടെ വിശ്വാസങ്ങളെ നമുക്ക് ഹനിക്കാൻ ഒരവകാശവുമില്ല. ഈ രാജ്യത്ത് ഭരണഘടന നൽകുന്ന ഉറപ്പാണിത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 25 മതപരമായ ചടങ്ങുകൾ ആചരിക്കാനുള്ള അവകാശം നൽകുന്നുണ്ട്. മഹാകുംഭമേള അതിലൊന്നാണ്.